പോലീസ് അതിക്രമ ആരോപണങ്ങളിൽ കണ്ണൂർ ഡിഐജിയുടെ ഓഫീസിലേക്ക് KSUവിന്റെ പ്രതിഷേധ മാർച്ച്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, ഈ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണോ? അവിടെ ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ മറികടക്കാനായി പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സ്മിത, തുടർച്ചയായി ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ, അതോടൊപ്പം KSU നേതാക്കൾ തുടർച്ചയായ കസ്റ്റഡി മർദ്ദനങ്ങൾ, പോലീസ് അതിക്രമ ആരോപണങ്ങൾ, ഇതിലെല്ലാം പ്രതിഷേധിക്കുകയാണ് KSU. കണ്ണൂർ DIG ഓഫീസിലേക്കാണ് പ്രതിഷേധക്കാർ മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ ചെറിയ രീതിയിലുള്ള ചില സംഘർഷങ്ങൾ ഉണ്ടായി. പോലീസ് അവിടെ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ അതിനു മുകളിലൂടെ അത് മറികടക്കാൻ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പറയൂ, ഇപ്പോഴും അവിടെ മാർച്ച് പുരോഗമിക്കുകയാണോ? സംഘർഷ സാധ്യത അതുപോലെയുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടോ ഇപ്പോൾ നിലവിൽ? തുടർച്ചയായി ഉണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് KSU ജില്ലാ കമ്മിറ്റി ഇന്ന് കണ്ണൂർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് ഇപ്പോൾ DIG ഓഫീസിന്റെ 100 മീറ്റർ ഇപ്പുറം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തീർത്താണ് പോലീസ് തടഞ്ഞത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ അത് ഫലം കണ്ടില്ല. ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.